പകരം ഇനിയാര് എന്ന ചോദ്യം അവശേഷിപ്പിച്ചാണ് ജയലളിത വിടവാങ്ങുന്നത്. അന്തരിച്ച മണിക്കൂറുകൾക്കകം പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റതുപോലെ എളുപ്പമാവില്ല ഇനി AIADMKയുടെ മുന്നോട്ടുള്ള പോക്ക്. തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിനും വരും ദിനങ്ങൾ ഏറെ നിർണായകമായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അനാഥമായി പോയിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയം. മുഖ്യമന്ത്രി പദത്തിൽ പകരക്കാരനെത്തിയെങ്കിലും ജയലളിത മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇനി നയിക്കാൻ ആരുണ്ടെന്ന ചോദ്യം തമിഴ്നാട്ടിലും ദേശീയ രാഷ്ട്രീയത്തിലും അവശേഷിക്കുന്നു. ദില്ലിയിൽ NDAയോട് ഒപ്പമല്ലെങ്കിലും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി ഒരടുപ്പം BJP AIADMKയോട് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ജയലളിതയില്ലാത്ത പാർട്ടിക്ക് ഇനി ഭാരമാകും. ദ്രവീഡിയൻ രാഷ്ട്രീയത്തിലെ അന്തചിത്തങ്ങൾ നന്നായി ഉപയോഗിക്കാൻ BJP പോലെ ഒരു പാർട്ടിക്ക് എളുപ്പം കഴിഞ്ഞാൽ AIADMK ഇല്ലാതാകും എന്നതിൽ സംശയമില്ല. ജയലളിതയുടെ വിയോഗ ചടങ്ങുകളിലെല്ലാം മുഖ്യമന്ത്രി പനീർശെൽവത്തെ പോലും അപ്രസക്തനാക്കി നിറഞ്ഞു നിന്ന ശശികല, ദേശീയ രാഷ്ട്രീയത്തിലൂടെ സംസ്ഥാനത്ത് ഭരണം സ്വപ്നം കാണുന്ന ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ, പാർട്ടിയെയും മന്ത്രിസഭയെയും ഒരുമിച്ച് നിർത്താൻ നിയോഗിക്കപ്പെട്ട പനീർശെൽവം എന്നിവരെ ചുറ്റിപ്പറ്റിയാകും ഇനി AIADMKയുടെ ഭാവി. കരുണാനിധിയിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങിയ മകൻ സ്റ്റാലിൻ നയിക്കുന്ന DMKക്കാളേറെ AIADMK ഭയക്കേണ്ടത് BJPയെയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റേ കിട്ടിയുള്ളൂവെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ള BJPയും ജയലളിതയില്ലാത്ത തമിഴ്നാട്ടിൽ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി മാറ്റങ്ങളുണ്ടാകുമെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നു. ജയലളിതയുടെ വേർപാടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം ഇനി പഴയതായിരിക്കില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പല കലക്കവും ഉണ്ടാകാം, പല മാറ്റങ്ങളും ഉണ്ടാകാം. അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. അണ്ണാദുരൈയുടെ യുക്തിവാദവും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പൊതുപ്രവർത്തനവും MGRലെത്തിയപ്പോൾ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായി. ജയലളിത മുന്നോട്ട് നടന്ന ആ വഴി ഇപ്പോൾ പിൻഗാമികളില്ലാതെ വിജനമായിരിക്കുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.